പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിവിങ് വേൾഡിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡാണ്. ജീവലോകത്തെ വൈവിധ്യം, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്, അതായത് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. എന്താണ് ജൈവ വൈവിധ്യം നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത്. നമ്പർ, എത്ര എണ്ണം ജീവികളുണ്ട്, ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം, എത്ര തരത്തിലുള്ള ജീവികളുണ്ട്, അതിനെല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്ത് പറയും? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും, ജൈവ വൈവിധ്യം. The number of species that are known and described range between 1.7 to 1.8 million. അപ്പോൾ ഭൂമിയിൽ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട ജീവികളെന്ന് പറയുന്നത് 1.7 തൊട്ട് 1.8 മില്യണാണ്, കോടിയാണ്. അപ്പോൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ? നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസൻറ്റ് ഓൺ എർത്ത്. അതിനെയാണ് നമ്മൾ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജീവികളും ഇത്രയും വൈവിധ്യമുള്ള ജീവികളും നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ ഈ ജീവികളെ നമുക്ക് എങ്ങനെ, ഈ ജീവികളെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിലും അവയ്ക്ക് നാമകരണം നൽകണമെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെ സാധിക്കും? ഒരു ഉദാഹരണമായിട്ട്, ഒരു ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ട്, നിങ്ങൾക്കൊരു പുസ്തകം ആവശ്യമാണ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലൈബ്രറിയിൽ അവയൊക്കെ വളരെ കൃത്യമായിട്ട് അല്ലേ വേറെ വേറെ ഷെൽഫുകളിൽ അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. എങ്ങനെയൊക്കെ കാണാം? ഇപ്പോൾ മലയാളം ബുക്കുകൾ വേറെ, ഇംഗ്ലീഷ് ബുക്കുകൾ വേറെ, ശാസ്ത്ര പുസ്തകങ്ങൾ വേറെ അല്ലേ. ഇനിയിപ്പോൾ അതിൽ മലയാളം ഭാഷ എടുത്താൽ തന്നെ അതിനെ വീണ്ടും ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. നോവല്, ചെറുകഥ, കവിത, അങ്ങനെയൊക്കെ അല്ലേ, ഇങ്ങനെയാക്കിയതിനെ വീണ്ടും ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും വായിക്കാനൊക്കെയുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബയോളജിയിലും ജീവികളെ കുറിച്ചിട്ട് പഠനം നടത്തുന്നതിനും മറ്റും വേണ്ടിയിട്ടും ഇവയെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സഹായകരമാകുന്ന ചില വിഭാഗങ്ങളുണ്ട്, പഠന വിഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കുന്നത്. അതിലൊന്നാണ് സിസ്റ്റമാറ്റിക്സ്. നിങ്ങളിത് പദങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സിസ്റ്റമാറ്റിക്സ്. എന്താണ് സിസ്റ്റമാറ്റിക്സ്? അപ്പോൾ സിസ്റ്റമാറ്റിക് എന്ന പദം ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സിസ്റ്റമ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വിച്ച് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസം. അതിൻ്റെ അർത്ഥം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ശാസ്ത്രീയമായി ജീവികളെ അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് നോക്കാം. This is the branch of study which deals about different kinds of organisms, their diversities and the evolutionary relationships among them. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അല്ലേ, ഒരു ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്, പഠനശാഖയാണ്. വിച്ച് ഡീൽസ് അബൌട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം. അത് എന്തിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, വ്യത്യസ്ത തരം ജീവികൾ, ദയർ ഡൈവേഴ്സിറ്റീസ്, അവയുടെ തന്നെ വൈവിധ്യങ്ങൾ, ആൻഡ് ദ ഇവല്യൂഷണറി റിലേഷൻഷിപ്സ് എമംഗ് ദം, അതേപോലെ ഈ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് സിസ്റ്റമാറ്റിക്സ്. So this is the branch of study which deals about different kinds of organisms, their diversities and evolutionary relationships among them. ഇനി സിസ്റ്റമാറ്റിക്സിൽ എന്തെല്ലാം ഉണ്ട് നോക്കാം. സിസ്റ്റമാറ്റിക് ഇൻക്ലൂഡ് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന പഠനശാഖ എന്തെല്ലാം കൂടി ചേരുന്നതാണ്? ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയൽ, നോമൻക്ലേച്ചർ, നാമകരണം, ആൻഡ് ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയും. ഇനി നമുക്ക് ഈ വാക്കുകൾ ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ ഇവയ്ക്ക് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയൽ. എന്താണ് തിരിച്ചറിയൽ?
When the organism is described correctly and we know to what organism the name is attached to, this is identification. ഇപ്പോൾ നമുക്കൊരു ജീവിയെ കിട്ടിയിട്ടുണ്ട്. When the organism is described, നമ്മൾ ആ ജീവിയെക്കുറിച്ച് വിവരിക്കുന്നു. And correctly and we know to what organism the name is attached to. അപ്പോൾ നമുക്ക് വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ജീവിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ചിത്രശലഭം എന്ന ജീവിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാകും അത് ചിത്രശലഭമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് നോമൻക്ലേച്ചർ, നാമകരണം, പേര് നൽകൽ. We know the plants and animals in our own area by their local names, and these local names would vary from place to place. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവികളുടെയും പേരറിയാം അല്ലേ? അത് തന്നെ ഒരു ജീവിയുടെ പേര് തന്നെ ഒരു സ്ഥലത്തുള്ള പേരായിരിക്കണമെന്നില്ല വേറൊരു സ്ഥലത്ത് ആ ജീവിക്ക് ഉള്ളത്. ഇറ്റ് വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലത്തിനനുസരിച്ച് ഈ ലോക്കൽ നെയിം വ്യത്യാസം വരും അല്ലേ ഒരു ജീവിയുടെ. ആൻഡ് ഇറ്റ് ഓൾസോ വാരി ഫ്രം കൺട്രി ടു കൺട്രി. ഓരോ രാജ്യങ്ങൾ തമ്മിൽ പോലും ഈ ജീവിയുടെ പേരിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇറ്റ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ടു റെഫർ ദ ഓർഗാനിസം വി ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിയുടെ പേര് തന്നെ പലതരത്തിൽ വരുമ്പോൾ അത് നമ്മളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കും അല്ലേ? ഏത് ഓർഗാനിസത്തെക്കുറിച്ചാണോ നമ്മൾ റെഫർ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പം നമുക്ക് ഉണ്ടാവും. ഉദാഹരണമായിട്ട് പപ്പായ എന്ന ഫലം, അത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് അത് അറിയപ്പെടുന്നത്. പപ്പായയെക്കുറിച്ച് നമ്മൾ റെഫർ ചെയ്യണം ഒരാളോട് പറയുകയാണെങ്കിൽ അത് അയാൾക്ക് നമ്മൾ പറയുന്നത് ഇതേ ഫലത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് അറിയുന്നതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. ഇത്തരം വ്യത്യസ്ത നാമങ്ങൾ അതിന് ഉള്ളതുകൊണ്ട്. ഹെൻസ് ദർ ഈസ് എ നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദ നെയിമിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം such that a particular organism is known by the same name all over the world. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ദർ ഇസ് എ നീഡ് ടു സ്റ്റാൻഡർഡൈസ് അല്ലേ? ഈ പേരിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ട്. അതായത് ലോകത്തെ ഏത് ഭാഗത്ത് ചെന്നാലും നമ്മളൊരു ജീവിയോ അല്ലെങ്കിൽ പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ പ്ലാന്റ് ആണ് എന്ന് അതിൻ്റെ പേര് നോക്കി തിരിച്ചറിയാൻ സഹായിക്കുക. അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു പേര് നൽകുക. സ്റ്റാൻഡർഡൈസ് ദ നെയിമിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം മീൻസ് സച്ച് ദാറ്റ് എ പെർട്ടിക്കുലർ ഓർഗാനിസം ഈസ് നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ ആ പേരാൽ ആ ജീവി അല്ലെങ്കിൽ ആ സസ്യം അറിയപ്പെടുക. അങ്ങനെയുള്ളൊരു പേര് കൊടുക്കുക. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ദിസ് പ്രോസസ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ, നാമകരണം. അപ്പോൾ നാമകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിക്കൊരു പേര് നമ്മൾ ശാസ്ത്രീയമായൊരു പേര് നൽകുന്നു. ആ പേരിൽ ആ ജീവി ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് തിരിച്ചറിയാൻ ആ ജീവിയെ സാധിക്കുന്നു. ഇതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ദ സയൻറ്റിഫിക് നെയിംസ് എൻഷുർ ദാറ്റ് ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി വൺ നെയിം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ശാസ്ത്ര നാമം ഒരു ജീവിക്ക് അല്ലെങ്കിൽ സസ്യത്തിന് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണ്? ഈ ജീവിക്ക് ഈ ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, വ്യത്യസ്ത തരം പേരുകൾ അതിന് ഉണ്ടായിരിക്കില്ല. ഫോർ പ്ലാന്റ്സ് സയൻറ്റിഫിക് നെയിംസ് ആർ ബേസ്ഡ് ഓൺ അഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ പ്ലാന്റ്സിൽ പേര് നൽകുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന സംഘടനയുടെ പ്രിൻസിപ്പിൾസിനും ക്രൈറ്റീരിയയ്ക്കും അനുസരിച്ചാണ് സസ്യങ്ങൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾക്ക് പേര് കൊടുക്കുന്നത് ഏതിൻ്റെ പ്രിൻസിപ്പിളിനും ക്രൈറ്റീരിയയ്ക്കും അനുസരിച്ചായിരിക്കും? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതറിയപ്പെടുന്നത് ICBN. നെക്സ്റ്റ് ഈസ് ICZN. For animals, scientific names are based on International Code of Zoological Nomenclature ICZN. ജന്തുക്കൾക്കാണെങ്കിൽ പേര് നൽകുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന സംഘടനയുടെ പ്രിൻസിപ്പിൾസിനും ക്രൈറ്റീരിയയ്ക്കും അനുസരിച്ചാണ് ജന്തുക്കൾക്ക് നമ്മൾ നാമകരണം നടത്തുന്നത്. അപ്പോൾ രണ്ട് സംഘടനകളാണ്. പ്ലാന്റ്സിനാണെങ്കിൽ ICBN, അനിമൽസിനാണെങ്കിൽ ICZN. എന്താണ് അതിൻ്റെ
വിപുലീകരിച്ച പേരുകൾ ICBN ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ICZN ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അടുത്തത് ബൈനോമിയൽ നോമൻക്ലേച്ചറാണ്, ദ്വിനാമ പദ്ധതി. ദിസ് നെയിമിംഗ് സിസ്റ്റം വാസ് ഗിവൺ ബൈ കാർലസ് ലിനേയസ്. കാർലസ് ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാർലസ് ലിനേയസ്. ലിനേയസിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് സിസ്റ്റമ നാച്യൂറെ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് ഈച്ച് നെയിം ഹാസ് 2 കമ്പോണൻറ്റ്. ഒരു പേരിന് 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ദ ജനറിക് നെയിം ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് ഒരു ജീവിയുടെ പേരിന് 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ദ ജനറിക് നെയിം ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഒരു ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ ജീനസിനെ സൂചിപ്പിക്കുന്ന പേര്. ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് നാമം. അപ്പോൾ ഒരു ജീനസ് നാമവും സ്പീഷീസ് നാമവും ഒരു ജീവിയുടെ പേരിന് ഉണ്ടായിരിക്കും. അഡ്വാൻറ്റേജ് ഓഫ് സയൻറ്റിഫിക് നെയിം. എന്താണ് ഇങ്ങനെ ഒരു സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഉപയോഗം എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി 1 നെയിം. ഓരോ ജീവിക്കും ഒരു പേര് മാത്രമേ ഉള്ളൂ എന്നത് ഉറപ്പുവരുത്തുന്നു. അതേപോലെ സച്ച് നെയിംസ് ആർ നോട്ട് യൂസ്ഡ് ഫോർ അതർ ഓർഗാനിസം. ആ ഒരു പേര്, ഒരു ജീവിയുടെ ഒരു പേര് വേറൊരു ജീവിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ജീവിയെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. There are certain universal rules of nomenclature are as follows. Biological names are generally in Latin and written in italics. സാധാരണ ഈ ശാസ്ത്രീയ നാമങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ് എഴുതുക. They are generally in Latin and written in italics. അതേപോലെ ചരിച്ചാണ് ഈ ശാസ്ത്രീയ നാമങ്ങൾ എഴുതാറ്. They are Latinized or derived from Latin irrespective of their origin. The first word in the biological name represents the genus, while the second component denotes the specific epithet. അപ്പോൾ ആദ്യത്തെ വാക്ക് എന്തിനെ സൂചിപ്പിക്കും? ജീനസിനെയും. രണ്ടാമത്തെ വാക്ക് സ്പീഷീസിനെയാണ് സൂചിപ്പിക്കുന്നത്. Both the words in a biological name, when hand written, are separately underlined or printed in italics to indicate their Latin origin. അതുപോലെ തന്നെ ഈ ഇവരുടെ ശാസ്ത്രീയ നാമം എഴുതുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ദേ ആർ അണ്ടർലൈൻഡ്. ഈ വാക്കുകളുടെ അടിയിൽ, ജീനസിൻ്റെയും സ്പീഷീസിൻ്റെയും നാമങ്ങളുടെ അടിയിൽ നമ്മൾ അടിവര ഇടുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ പ്രിൻ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ ഇറ്റാലിക്സിൽ ചരിച്ചാണ് നമ്മൾ എഴുതുക. അതിപ്പോൾ അടുത്ത നിയമം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ജീനസിനെ സൂചിപ്പിക്കുന്ന നാമം ക്യാപിറ്റൽ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്, അതായത് വലിയ അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. വൈൽ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ലെറ്റർ. സ്പീഷീസ് നാമം ചെറിയ അക്ഷരം ഉപയോഗിച്ച്, സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഇലസ്ട്രേറ്റഡ് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഇവിടെ നോക്കുക, മാഞ്ചിഫെറ എന്നുള്ളത് ഫസ്റ്റ് നെയിമാണ്, അത് ജീനസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇൻഡിക്ക എന്നുള്ളത് സെക്കൻഡ് നെയിമാണ്, അത് സ്പീഷീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ മാഞ്ചിഫെറ എന്നുള്ള ജീനസ് നാമം നോക്കുക, അത് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഈ മാഞ്ചിഫെറ എന്നുള്ള ജീനസ് നാമം തുടങ്ങുന്നത്. അതേപോലെ ഇൻഡിക്ക എന്ന സ്പീഷീസ് നാമം തുടങ്ങുന്നത് നോക്കുക, അത് സ്മോൾ ലെറ്ററിലാണ് തുടങ്ങുന്നത്. അടുത്ത നിയമം എന്താണ്? ദ നെയിം ഓഫ് ദ ഓതർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബയോളജിക്കൽ നെയിം ആൻഡ് ഈസ് റിട്ടൺ ഇൻ ആൻ അബ്രവേറ്റീവ് ഫോം. ഓതറിൻ്റെ പേര് നമ്മൾ സ്പെസിഫിക് എപ്പിത്തറ്റ് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ. ഇവിടെ ലിനേയസ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് ലിൻ എന്ന വാക്കുകൊണ്ടാണ്. അപ്പോൾ ഓതറിൻ്റെ പേര് സ്പെസിഫിക് എപ്പിത്തറ്റ് കഴിഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇത്രയാണ് യൂണിവേഴ്സലായിട്ട് ഒരു ശാസ്ത്രീയ നാമം നമ്മൾ നൽകുമ്പോൾ കാണുന്ന നിയമങ്ങൾ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്.
The first word in biological name represents the genus. The second word represents the specific epithet. മൂന്നാമത്തത് both the words in biological name when handwritten are separately underlined. If printed, it written in italics. The first word denoting the genus start with a capital letter and the second word, that is specific epithet, start with a small letter. And the name of the author appears after the specific epithet.